നമസ്കാരം. രാജ്യത്തിൻ്റെ പരമാധികാരവും അതിർത്തി സുരക്ഷയും കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങൾ സുരക്ഷാ രംഗത്ത് നിർണായകമായ ഒരു ചുവടുവയ്പായി മാറുകയാണ്. നിയന്ത്രണരേഖ, അന്താരാഷ്ട്ര അതിർത്തികൾ എന്നിവയുടെ 1 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ പുതിയ സൗരോർജം, കാറ്റാടിപ്പാടങ്ങൾ, ഹൈബ്രിഡ് നവീകരണ ഊർജ്ജ പദ്ധതികൾ എന്നിവ സ്ഥാപിക്കുന്നതിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിലെ സംരക്ഷണവും രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണവും കൂടുതൽ കനപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. രാജ്യത്തിൻ്റെ സുരക്ഷാ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് നവീകരണ ഊർജ്ജ മേഖലയിൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഈ നടപടി അന്താരാഷ്ട്ര തലത്തിലും വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ആഭ്യന്തര സുരക്ഷാ വിഭാഗമാണ് അതിർത്തി സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുന്നത്. പദ്ധതി നിർമ്മാണത്തിനുള്ള നിരോധനത്തിന് പുറമെ ഇത്തരം സുപ്രധാന ഊർജ്ജ പദ്ധതികളുടെ നിർവഹണത്തിനായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയർമാർ, ജീവനക്കാർ, തൊഴിലാളികൾ എന്നിവരെ നിയമിക്കുന്നതിനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും തൊഴിലാളികളെയും ഇത്തരം പദ്ധതികളിൽ ജോലിക്കെടുക്കുന്നത് പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികളെ അതിർത്തി പ്രദേശങ്ങളിലെ ഊർജ്ജ പദ്ധതികളിൽ ഏർപ്പെടുത്താൻ പാടില്ലെന്നും അത്തരത്തിൽ എന്തെങ്കിലും നിയമനങ്ങൾ ആവശ്യമായി വന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി നിർബന്ധമാണെന്നും പുതിയ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നു. ഇതിൻ്റെ ഭാഗമായി മറ്റൊരു സുപ്രധാനമായ പ്രഖ്യാപനവും ആഭ്യന്തര മന്ത്രാലയം നടത്തിയിട്ടുണ്ട്. യഥാർത്ഥ നിയന്ത്രണരേഖ അല്ലെങ്കിൽ അന്താരാഷ്ട്ര അതിർത്തിയുടെ 50 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന മുഴുവൻ പ്രദേശങ്ങളിലെയും അതിസുരക്ഷാ മേഖലകളായി സർക്കാർ ഔദ്യോഗികമായി തിരിച്ചിരിക്കുന്നു. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ, രഹസ്യവിവര ചോർച്ചകൾ, മറ്റ് സുരക്ഷാ ഭീഷണികൾ എന്നിവ പൂർണ്ണമായി പ്രതിരോധിക്കുന്നതിനാണ് ഈ വിപുലമായ സുരക്ഷാ വലയം ഒരുങ്ങുന്നത്. അതിർത്തി സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരുവിധ ബാഹ്യ ഇടപെടലുകളും അനുവദിക്കില്ലെന്ന കേന്ദ്ര സർക്കാരിൻ്റെ കനത്ത നിലപാടാണ് ഈ പുതിയ പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത്. രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷയ്ക്കൊപ്പം അതിർത്തികളുടെ പവിത്രതയും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം ശക്തമായ നടപടികൾ സുരക്ഷാ സംവിധാനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയുടെ ഈ ശക്തമായ സുരക്ഷാ കവചം അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനെയും ചൈനയെയും തന്ത്രപരമായും സാമ്പത്തികമായും എങ്ങനെ ബാധിക്കുന്നുവെന്ന് പരിശോധിക്കുന്നത് സമകാലിക ഭൗമരാഷ്ട്രീയത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരിക്കും. ഇന്ത്യയുടെ സുപ്രധാനമായ ഈ തീരുമാനം ഇരു രാജ്യങ്ങളുടെയും രഹസ്യാന്വേഷണ തന്ത്രപരമായ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമതായി, ചൈനയ്ക്കും പാകിസ്ഥാനും അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനധികൃത വിവരശേഖരണത്തിൻ്റെയും ചാരവൃത്തിയുടെയും വഴികളാണ് ഈ ഉത്തരവിലൂടെ പൂർണ്ണമായി അടഞ്ഞു പോകുന്നത്. സൗരോർജ്ജ പദ്ധതികളുടെയും ഹൈബ്രിഡ് ഊർജ്ജ നിലയങ്ങളുടെയും മറവിൽ അതിർത്തിക്കടുത്ത് വിപുലമായ സാങ്കേതിക സംവിധാനങ്ങളും നിരീക്ഷണ ക്യാമറകളും സെൻസറുകളും സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ബാഹ്യശക്തികളുടെ നീക്കങ്ങളെയാണ് ഈ നിയമം തടയിടുന്നത്. ഇത്തരം നവീകരണ ഊർജ്ജ പദ്ധതികളിൽ ജോലി ചെയ്യുന്നവരുടെ വ്യാജേനെ നുഴഞ്ഞു കയറാനും ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിന്യാസത്തെക്കുറിച്ചും നീക്കങ്ങളെക്കുറിച്ചും രഹസ്യ വിവരങ്ങൾ ചോർത്താനും പാക് ചൈനീസ് ഏജൻസികൾ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ പദ്ധതി പ്രദേശങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ പുതിയ പ്രോജക്റ്റുകൾ നിരോധിച്ചതും 50 കിലോമീറ്റർ പരിധി അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചതും ഇത്തരം രഹസ്യ നീക്കങ്ങളുടെ സാധ്യതകളെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു. രണ്ടാമതായി, പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയർമാർ, സാങ്കേതിക വിദഗ്ധർ, തൊഴിലാളികൾ എന്നിവരെ അതിർത്തി പ്രദേശങ്ങളിലെ സുപ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ നിയമിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സമ്പൂർണ്ണ വിലക്ക് ഈ രാജ്യങ്ങൾക്കും കനത്ത പ്രഹരമാണ്. വലിയ തോതിലുള്ള മുതൽ മുടക്കുള്ള ഇത്തരം ഊർജ്ജ പദ്ധതികളിൽ തങ്ങളുടെ ആളുകളെ തിരികെ കയറ്റി തന്ത്രപ്രധാനമായ ഭൂപ്രദേശങ്ങളിൽ സ്വാധീനമുറപ്പിക്കാമെന്ന ചൈനയുടെയും പാകിസ്ഥാനെയും തന്ത്രമാണ് ഇതിലൂടെ തകർന്നടിഞ്ഞത്. ഇനി മുതൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഇത്തരം ജോലികൾക്കായി നിയോഗിക്കണമെങ്കിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കിയിരിക്കുന്നു. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ഈ അനുമതി ലഭിക്കുക അസാധ്യമായതിനാൽ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ നുഴഞ്ഞുകയറി സ്വാധീനം ചെലുത്താനുള്ള അയൽ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടും. കൂടാതെ ഇന്ത്യയുടെ ഈ മാതൃകാപരമായ തീരുമാനം ഇരു രാജ്യങ്ങളുടെയും ഹൈബ്രിഡ് യുദ്ധമുറകൾക്കും സൈബർ സുരക്ഷാ ഭീഷണികൾക്കുമുള്ള ശക്തമായ മറുപടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതിർത്തി മേഖലകളിൽ സ്ഥാപിക്കുന്ന ആധുനിക സോളാർ വിൻഡ് പ്ലാന്റുകളിലേക്ക് കടന്നുകയറി
കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളെ അട്ടിമറിക്കാനോ ഡിജിറ്റൽ ഡാറ്റ ചോർത്താനോ ചൈനീസ് നിർമ്മിത സോഫ്റ്റ്വെയറുകളോ ഉപകരണങ്ങളോ ഉപയോഗിക്കാനുള്ള സാധ്യതകളും ഈ ഉത്തരവിലൂടെ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. തന്ത്രപ്രധാനമായ മേഖലകളിൽ വിദേശ കമ്പനികളുടെ സാങ്കേതിക മുന്നേറ്റങ്ങളെയും പരോക്ഷ ഇടപെടലുകളെയും ഇന്ത്യ സംശയത്തോടെ വീക്ഷിക്കുന്നതിൻ്റെ വ്യക്തമായ സന്ദേശമാണിത്. ചുരുക്കത്തിൽ, അതിർത്തി സുരക്ഷയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ബാഹ്യ ഇടപെടലുകളെ ഒരു കാരണവശാലും വെച്ചു പൊറപ്പിക്കില്ല എന്ന ഇന്ത്യയുടെ നയം പാകിസ്ഥാൻ്റെയും ചൈനയുടെയും എല്ലാവിധ സുരക്ഷാ തന്ത്രങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.